അനു നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടഡ് സൈക്കോളജിയിൽ ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കേട്ടഡ് സൈക്കോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്റ്റുകളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കാം. ഈ വീഡിയോയുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലേ? അപ്പോൾ ഡാൾട്ടൺ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹെലൻ പാർക്കേഴ്സ്റ്റ് ആണ്. പിന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആംസ്ട്രങ് ആണ്. ഡാൾട്ടൺ പ്ലാൻ എന്താ? ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് എഡ്യൂക്കേഷണൽ മെത്തേഡാണ് ഡാൾട്ടൺ പ്ലാൻ. അടുത്തത് ബ്രെയിൻ സ്റ്റോമിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാ? അലക്സ് ഒസ്ബോൺ ആണ് ബ്രെയിൻ സ്റ്റോമിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി ആരുടെയാ? ഡേവിഡ് MC ക്ലെലൻറ്റിൻ്റെയാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഇയേഴ്സ് പഠിച്ച് വെക്കുക. PWD ആക്ട് വന്നത് എപ്പോഴാണ്? 1995 അത് കെയിം ഇൻ ടു ഫോഴ്സ് അല്ലേ? അപ്പോൾ നിലവിൽ വന്നത് 1996 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ ഇയർ ഏതാണ്? 2009 RCI ആക്ട് 1992. അടുത്തത് സ്റ്റെപ്സ് ഇൻ ടീച്ചിങ്ങിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്ലാനിങ് ആണ്. പ്ലാനിങ് കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞാലോ ഇവാലുവേഷൻ, റിവിഷൻ. പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, റിവിഷൻ. PIER എന്ന കോഡ് പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് പ്രോസസ്സിലുള്ള സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് വൺ ഏതാ വരിക? ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ റിലേറ്റിംഗ് ദ പ്രസൻറ്റ് നോളേജ് വിത്ത് പ്രീവിയസ് നോളേജ് അല്ലെ? പഴയ നോളേജുമായിട്ട് പ്രസൻറ്റ് നോളേജിനെ റിലേറ്റ് ചെയ്യുക. പിന്നെ എന്താണ്? പ്രസൻറ്റേഷൻ ഓഫ് കണ്ടൻറ്റ് അല്ലെ? കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ അവസാനമാണ് അസസ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ പ്രൊപ്പണൻറ്റ് ഓഫ് സജസ്റ്റോപീഡിയയുടെ പ്രൊപ്പണൻ്റ് ആരാ? ജോർജി ലെസനോവ് ആണ്. സോഷ്യോമെട്രിയുടെ പ്രൊപ്പണൻ്റ് ആരാ? JL മൊറീനോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എംഫസൈസസ് ഡാഷ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്തിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്? അക്യുറസി. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൂ കോയിൻഡ് ദ ടേം ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാ? എറിക് എറിക്സൺ ആണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ള ടേം കൊണ്ടുവന്നത്. അടുത്തത് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് റിലേറ്റഡ് ടു വിച്ച് തിയറി ഇൻ സൈക്കോളജി. അപ്പോൾ നമുക്കറിയാം ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഇതൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റൽ തിയറിയിലാണ് വരുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈഡിപ്പസ് കോംപ്ലക്സ് ഹാപ്പൻസ് ഇൻ ഡാഷ് അല്ലേ? ഈഡിപ്പസ് കോംപ്ലക്സ് സംഭവിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഫാലിക് സ്റ്റേജിലാണ്. ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റൽ തിയറിയിൽ 5 സ്റ്റേജസുകളിൽ 3-ാമത്തെ സ്റ്റേജാണ് ഫാലിക് സ്റ്റേജ്. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഇതാണ് 5 സ്റ്റേജസ്. ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റൽ തിയറിയിൽ 5 സ്റ്റേജസ്. അതിൽ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ ഫാലിക് സ്റ്റേജിലാണ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. ഫ്രോയിഡിൻ്റെ സൈക്കോ ഡൈനാമിക് തിയറിയിൽ 3 പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ആണ് എഴുതേണ്ടത്. ഇനി പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് ചോദിച്ചാലോ ഇത് ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരാളിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതാണ് സൈക്കോ ഡൈനാമിക് തിയറി എന്ന് പറയുന്നത് ഫ്രോയിഡിൻ്റെ. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റൽ തിയറിയും സൈക്കോ ഡൈനാമിക് തിയറിനെയും കുറിച്ച് കുറച്ചൊരു ധാരണ വന്നില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേജസ് ഇൻ ക്രിയേറ്റീവ് പ്രോസസ്സിലെ സ്റ്റേജുകൾ ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. സ്റ്റേജുകളും സ്റ്റെപ്പുകളും നമ്മൾ എക്സാം ഹാളിൽ വെച്ചിട്ട് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയെടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ ക്രിയേറ്റീവ് ചൈൽഡ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാ? ടോറൻസ് ടെസ്റ്റ് ആണ്. ദ ലേണിംഗ് തിയറി ദാറ്റ് എംഫസൈസസ് ദ റോൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ റോൾ എംഫസൈസ് ചെയ്യുന്ന ലേണിംഗ് തിയറി ഏതാ? ബിഹേവിയറിസ്റ്റ് തിയറി അല്ലേ? സ്കിന്നറിൻ്റെ ബിഹേവിയറിസ്റ്റ് തിയറിയിലാണ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സീക്വൻസ് ഇൻ ടീച്ചിങ് ഈസ്. ടീച്ചിങ്ങിലെ അപ്രോപ്രിയേറ്റ് സീക്വൻസ് ഏതാ?
ഇത് കറക്റ്റ് അല്ലാത്ത ഓർഡറിൽ തന്നിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഫസ്റ്റ് നമുക്ക് പ്ലാനിങ് ആണ്, ഫസ്റ്റത്തെ സ്റ്റെപ്പ് പ്ലാനിങ് ആണ്. പിന്നെയാണ് ടീച്ചിങ് വരുന്നത്. ടീച്ചിങ് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ. ഗെസ്റ്റാൾട്ട് തിയറി ഗിവ് ഇമ്പോർട്ടൻസ് ടു ഡാഷ്. ഗെസ്റ്റാൾട്ട് തിയറി എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഹോളിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റ്. മോഡേൺ ലിംഗ്വിസ്റ്റിൻ്റെ ഫാദർ ആരാണ്? നോം ചോംസ്കി ആണ് ഉത്തരം. കോയിങ് സ്റ്റേജ് റിലേറ്റഡ് ടു ഡാഷ്. കോയിങ് സ്റ്റേജ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെൻട്രൽ ട്രേറ്റ് റിലേറ്റഡ് ടു വിച്ച് സൈക്കോളജിസ്റ്റ്? അല്ലെ, സെൻട്രൽ ട്രേറ്റ് ഏത് സൈക്കോളജിസ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൽപോർട്ടിൻ്റെ ട്രേറ്റ് അപ്രോച്ച്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ എൻവയോൺമെൻറ്റൽ ഫാക്ടർ എഫക്റ്റിംഗ് പേഴ്സണാലിറ്റി. അല്ല, ഒരാളുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടർ ഏതാണ്? സ്കൂളാണ് അല്ലേ. സ്കൂള് നമ്മളുടെ വ്യക്തിത്വത്തെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ദ സൈക്കോളജിസ്റ്റ് ഹൂ ഫസ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ് ദ ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ. അപ്പോൾ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് തരംതിരിച്ചത് ഏത് സൈക്കോളജിസ്റ്റാണ്? കാൾ യുങ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഡെവലപ്ഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി MC ക്ലെലൻഡ് ആണ്, ഡേവിഡ് MC ക്ലെലൻഡ് ആണ്. ഇത് ഫങ്ഷൻ ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിലാണ്? പ്ലഷർ പ്രിൻസിപ്പിളിൽ. ഇതിൽ കിടക്കുന്നത് നമ്മളുടെ വാൺസ് ആൻഡ് നീഡ്സ്, നമ്മളുടെ ആഗ്രഹങ്ങൾ, അതൊക്കെയാണ് ഇതിൽ കിടക്കുക. ഈഗോ എന്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്? റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സൂപ്പർ ഈഗോ ഫങ്ഷൻ ചെയ്യുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിളിൽ. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ സൈക്കോഡൈനാമിക് തിയറിയിൽ ഈഗോ, സൂപ്പർ ഈഗോ എന്ന പേഴ്സണാലിറ്റി സ്ട്രക്ചറുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ഓഫ് മെമ്മറി പ്രോസസ്സസ്. അപ്പോൾ മെമ്മറി പ്രോസസ്സിൻ്റെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ലേണിംഗ് ആണ്. ലേണിംഗ് കഴിഞ്ഞാൽ റിട്ടൻഷൻ, റീകാൾ, റെക്കഗ്നീഷൻ. നമ്മൾ പഠിക്കും അല്ലേ, പഠിച്ച കാര്യത്തിന് നമ്മൾ സ്റ്റോർ ചെയ്യും അല്ലേ, റിട്ടൻഷനാണ് അത്. പിന്നെ നമ്മൾ റീകാൾ ചെയ്യും. റീകാൾ ചെയ്തതിന് ശേഷം നമ്മളത് ആ സ്റ്റോർ ചെയ്ത ഇൻഫോർമേഷനെ റിട്രീവ് ചെയ്തെടുക്കും. അതാണ് മെമ്മറി പ്രോസസ്സിലെ സീക്വൻഷ്യൽ ഓർഡർ. ഓക്കെ, പിന്നെ അടുത്തൊരു കൺഫ്യൂസിങ് ഫാക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു രണ്ട് കോൺസെപ്റ്റുകളാണ് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആൻഡ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്താണ്? ആദ്യം പഠിച്ചത് മറക്കുന്നതാണ് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പുതിയൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് ആദ്യത്തെ പഠിച്ച കാര്യത്തിന് അത് ഹിൻഡർ ചെയ്യുന്നു. അപ്പോൾ ആദ്യം പഠിച്ചതിന് അത് ഇൻട്രപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് ആദ്യം പഠിച്ചത് മറന്നു പോകും. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്താണെന്ന് പഠിച്ചാൽ പ്രോ ആക്റ്റീവ് നമുക്ക് എഴുതാൻ പറ്റും. ആദ്യം പഠിച്ചത് മറക്കുന്നത് റെട്രോ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പ്രോ ആക്റ്റീവ് പുതിയ ഇൻഫോർമേഷനെ ഹിൻഡർ ചെയ്യുന്നതാണ്. ഇപ്പോൾ അടുത്തത് മെമ്മറീനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ലോങ് ടേം മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും. അതിൽ ലോങ് ടേം മെമ്മറീനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും. അതിൽ എക്സ്പ്ലിസിറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എപ്പിസോഡിക് മെമ്മറിയും സിമാൻറ്റിക് മെമ്മറിയും. ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് എക്സാമ്പിളാണ് പ്രൊസീജിയറൽ മെമ്മറി. ഓക്കെ, ഇപ്പോൾ അതിൽ എക്സാമ്പിൾ തന്നിട്ട് അത് എക്സ്പ്ലിസിറ്റ് ആണോ ഇംപ്ലിസിറ്റ് ആണോ എന്ന് ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ എപ്പിസോഡിക് മെമ്മറി എക്സ്പ്ലിസിറ്റ് ആണോ ഇംപ്ലിസിറ്റ് ആണോ? എക്സ്പ്ലിസിറ്റ് ആണ്. പ്രൊസീജിയറൽ മെമ്മറി ഇംപ്ലിസിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് ദ ഫോർഗെറ്റിംഗ് കർവ്. ഫോർഗെറ്റിംഗ് കർവ് പ്രപ്പോസ് ചെയ്തത് ആരാ? ഹെർമൻ എബിംഗ്ഹൗസ് ആണ് ഫോർഗെറ്റിംഗ് കർവ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഹൂ ഡെവലപ്ഡ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ഓസബൽ ആണ്. ഹൂ ഡെവലപ്ഡ് ദ ഫീൽഡ് തിയറി. നമുക്കറിയാം ഫീൽഡ് തിയറി കർട്ട് ലെവിൻ്റെയാണ്. ഹൂ ഈസ് നൗഡ് ആസ് ദ ഫാദർ ഓഫ് ഗെസ്റ്റാൾട്ടിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മാക്സ് വെർത്തീമർ. നമുക്ക് ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിനെ അറിയാം, കോഹ്ലർ, കൊഫ്ക, വെർത്തീമർ. അതിലെ വെർത്തീമറാണ് ഗെസ്റ്റാൾട്ടിസത്തിൻ്റെ ഫാദർ. ഹൂ ഡെവലപ്ഡ് ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമീപ്യ നിയമം. അപ്പോൾ ലോ ഓഫ് പ്രോക്സിമിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റാണ്, അതായത് കോഹ്ലർ, കൊഫ്ക ആൻഡ് വെർത്തീമർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ആരുടെയാണ്? കോഹ്ലറിൻ്റെയാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി. കോഹ്ലർ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി. തൊണ്ടേക്സ് തിയറി ആൾസോ നോൺ ആസ് ഡാഷ്. തൊണ്ടേക്കിൻ്റെ തിയറി അറിയപ്പെടുന്നത് കണക്ഷനിസം അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്നാണ്.
ഫാദർ ഓഫ് ബിഹേവിയറിസം. ബിഹേവിയറിസത്തിൻ്റെ ഫാദർ ആരാ? വാട്സൺ ആണ് ബിഹേവിയറിസത്തിൻ്റെ ഫാദർ. വാട്ട് ആർ ദ 3 പ്രൈമറി ലോ ഓഫ് തോണ്ടേക്സ് ലോ ഓഫ് ലേണിംഗ്? തോണ്ടേക്കിൻ്റെ ലോ ഓഫ് ലേണിങ്ങിൽ 3 പ്രൈമറി ലോകളാണ്: ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് റെഡിനെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡെവലപ്ഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്? ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പീറ്റർ സെലോവെ ആൻഡ് ജോൺ മെയർ ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തത് പീറ്റർ സെലോവെ ആൻഡ് ജോൺ മെയർ ആണെങ്കിലും ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡാനിയൽ ഗോളിമാൻ ആണ്. രണ്ടും ഉത്തരം തെറ്റാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, ADHD പ്രോപ്പർലി ഡയഗ്നോസ്ഡ് ബൈ ഡാഷ്. ADHD നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? ബിഹേവിയർ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. അടുത്തത്, മാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ 3 കോൺഫ്ലിക്റ്റുകളാണ്. എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുട്ടികളാണ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചൈൽഡ് എന്ന് പറയുന്നത്. അല്ലെ, അവർ അനുഭവിക്കുന്ന 3 കോൺഫ്ലിക്റ്റുകളാണ്: അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 3 കോൺഫ്ലിക്റ്റുകളാണ്. അപ്രോച്ച് കോൺഫ്ലിക്റ്റിൽ രണ്ടും 2 പോസിറ്റീവ് വാലൻസ് ആയിരിക്കും. അപ്രോച്ച് അവോയ്ഡൻസ് ആണെങ്കിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. അവോയ്ഡൻസ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്? ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? റോബർട്ട് ഹാവിഗസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഹൂ പോപ്പുലറൈസ്ഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം? അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഹൂ സെഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്? ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയുടെയും അതുപോലെ എൻവയോൺമെൻറ്റിൻ്റെയും പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞത് ആരാണ്? വുഡ്വർത്ത് ആണ്. അതിൻ്റെ ഇക്വേഷനാണ് D=H/E. ഡെവലപ്മെൻറ്റ് ഈക്വൽ ടു ഹെറിഡിറ്റി ഇൻറ്റു എൻവയോൺമെൻറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാർക്ക് ഗോസ്പാഡ് ആണ്. ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.